ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. തെരുവിൽ നേർക്കുനേർ. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ തലസ്ഥാനത്ത് തെരുവ് യുദ്ധം. പരമാവധി സംയമനം പാലിച്ച പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ഒടുവിൽ ലാത്തിവീശി. സംഘർഷത്തിൽ നിരവധി പോലീസുകാർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരുക്കേറ്റു. പോലീസ് വാഹനങ്ങളും തല്ലിത്തകർത്തു. സമരം ചെയ്യുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്താൽ എണ്ണി തിരിച്ചടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. അത്യന്തം നാടകീയവും അസാധാരണവുമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് സമരവും പോലീസിന്റെ നടപടിയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചപ്പോൾ തന്നെ പ്രവർത്തകർ പ്രകോപിതരായി. വഴിയരികിൽ കണ്ട മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സിന്റെയും ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തുകൊണ്ട് മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യവേ അടിക്ക് തിരിച്ചടിയെന്ന വി ഡി സതീശന്റെ പ്രഖ്യാപനം. പോലീസ് കേസെടുക്കാതെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ഞങ്ങൾക്കും പറ്റും. ഈ അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് വി ഡി സതീശൻ മടങ്ങിയതിനു പിന്നാലെ ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകരുടെ ശ്രമം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രതിരോധവുമായി പ്രവർത്തകർ. പോലീസിനു നേരെ വ്യാപക കല്ലേറും അതിക്രമവും. ലാത്തി പിടിച്ചുവാങ്ങിയും പോലീസിന്റെ ഷീൽഡുകൾ അടിച്ചു തകർത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചു. എന്നിട്ടും സംയമനം കൈവിടാത്ത പോലീസിനെയാണ് ഇന്ന് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കണ്ടത്. പോലീസുകാർക്ക് പരിക്കേറ്റതോടെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഒടുവിൽ പോലീസ് ലാത്തി വീശി. വനിതാ പ്രവർത്തകരെ പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച യൂത്ത് കോൺഗ്രസുകാർ വീണ്ടും പോലീസിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ തുണിമേ പിടിച്ചിട്ടുള്ള പോലീസുകാരൻ അവന്മാരെ കണ്ടിട്ട് ഇനി ഞങ്ങൾ പോകുന്നുള്ളൂ. അതിനകത്തൊരു തർക്കവും വേണ്ട. SFIക്കാരൻ സമരം ചെയ്യുമ്പോൾ ഒരു സമീപനം, ഞങ്ങളുടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പലരെയും നേതൃത്വം ബലപ്രയോഗത്തിലൂടെ മോചിപ്പിച്ചു. ഇതിനിടെ പോലീസ് വാഹനങ്ങളും തല്ലിത്തകർത്തു. DCC ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നടത്തിയ ശ്രമം വീണ്ടും സംഘർഷത്തിനിടയാക്കി. ഏറെ നേരത്തെ പിരിമുറുക്കത്തിനു ശേഷം 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളോടുള്ള ഭരണപക്ഷ യുവജന സംഘടനകളുടെ സമീപനവും ശ്രദ്ധേയമായിരിക്കും. ചുരുക്കത്തിൽ വരും ദിവസങ്ങൾ തലസ്ഥാന നഗരം സമരമുഖരിതമായിരിക്കുമെന്ന് വ്യക്തം. ടീം 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. കൊച്ചി, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. എറണാകുളം കമ്മീഷണർ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ സമരം അക്രമാസക്തമായി. പോലീസിന്റെ ലാത്തിയും സമരക്കാർ പിടിച്ചുവാങ്ങി. കോഴിക്കോട് കൊയിലാണ്ടി സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലായിരുന്നു സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി.
തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ കോൺഗ്രസ് പ്രവർത്തകന് പരുക്കേറ്റു. കേരളത്തിലെ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിങ്ങളെ നയിക്കേണ്ടത് IPCയും CRPCയുമാണ്. നിങ്ങളെ നയിക്കേണ്ടത് ദാസ് ക്യാപിറ്റൽ അല്ല. നിങ്ങളെ നയിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിൽ നിന്നുള്ള തിട്ടൂരമല്ല നിങ്ങളെ നയിക്കേണ്ടത്. കോട്ടയം വയനാട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷൻ മാർച്ചും സംഘർഷഭരിതമായിരുന്നു. കൊച്ചി. യൂത്ത് കോൺഗ്രസ് സമരത്തിന് പിന്നാലെ CPIM കോൺഗ്രസ് വാക്പോര്. അടിക്ക് തിരിച്ചടി എന്ന് പ്രസംഗിച്ച VD സതീശൻ തിരിച്ചടിക്കാൻ മറുഭാഗത്തും ആളുണ്ടെന്ന് ഓർക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. VD സതീശന്റെ നേതൃത്വത്തിൽ കലാപമുണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസുകാർ ശ്രമിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. സമരം ചെയ്തവരെ പോലീസ് ഭീകരമായി മർദ്ദിച്ചെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗം ഉണ്ടാകും നോക്കിക്കോ. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചേ പ്രഖ്യാപനം നടത്താവൂ. നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കണ്ട. ഒരു സംഘർഷവും ഉണ്ടായില്ല. അവിടെ കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർ VD സതീശന്റെ നേതൃത്വത്തിൽ കലാപം നടത്താനുള്ള ശ്രമം നടത്തിയത്. യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അവർ കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അത് ആ വികാരം കൊണ്ട് പറഞ്ഞതാകാം. കാരണം ഈ കുട്ടികളെ ഇത്രയും ഭീകരമായി എല്ലായിടത്തും മർദ്ദിക്കുന്നു, ഒരു നടപടിയും പോലീസ് എടുക്കുന്നില്ല. അതിൽ നിന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് മർദ്ദിക്കുന്നു, DYFA ഗുണ്ടകൾ മർദ്ദിക്കുന്നു. ഇതെന്ത് നടപടിയാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ BJPയുടെ B ടീമായി പ്രവർത്തിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് 24നോട്. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വ്യാപകമായി മർദ്ദനമേൽക്കുകയാണെന്നും BV ശ്രീനിവാസ് പറഞ്ഞു. I'm telling Pinarayi Vijay, what are doing in Kerala? Several youth Congress people are beaten like anything. One handicapped youth Congress office bearer, they are not see, they don't have a mercy. Is a B team of BJP. What they shows in everywhere. The youth Congress, they given a call. So they are failed to run a government in Kerala. They are not ready to give an answer for the Kerala people. So everywhere we are protesting. He is a second Modi, Ranga Billa. Ranga is a Modi, Pinarayi Vijay is a Billa. പാർലമെന്റ് പ്രക്ഷുബ്ധം. ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ ചെയർമാനെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കാത്തതിൽ കോൺഗ്രസിനെ ഉപരാഷ്ട്രപതി വിമർശിച്ചു. സഭയിൽ ഇന്നും സസ്പെൻഷൻ ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള CPIM പ്രതിനിധി AM ആരിഫിനെയും കേരള കോൺഗ്രസ് M പ്രതിനിധി തോമസ് ചാഴികാടനെയുമാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. പ്രതിപക്ഷാംഗങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഇരുസഭകളിലും ഇന്നും പ്രതിഷേധമുണ്ടായി. തൃണമൂൽ അംഗം കല്യാൺ ബാനർജിയും കോൺഗ്രസ് അംഗം രാഹുൽ ഗാന്ധിയും നടത്തിയ പ്രവർത്തികൾ സഭയുടെ അന്തസ്സ് കെടുത്തിയതായി രാജ്യസഭാ ചെയർമാൻ ആരോപിച്ചു. വിഷയത്തിൽ രൂക്ഷമായാണ് മല്ലികാർജുൻ ഖാർഗെയും രാജ്യസഭാ ചെയർമാൻ വിമർശിച്ചത്. ഏറ്റവും മോശമായ പ്രവൃത്തി നടന്നിട്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ഖാർഗെയുടെ നടപടി ഞെട്ടിക്കുന്നതാണ്. Go to your conscience, search your soul, and then reflect. I urge the leader of the opposition, I request you, sir, as leader of the opposition, as president of the Congress party, to prevail upon opposition members not to engage into this kind of indecorous conduct. വിഷയത്തിൽ രാഷ്ട്രപതി അതൃപ്തി പരസ്യമായി അറിയിച്ചപ്പോൾ പ്രധാനമന്ത്രി സംഭവിച്ചതിന് ഖേദം പ്രകടിപ്പിച്ചു. ലോക്സഭയിൽ അംഗബലം കുറഞ്ഞെങ്കിലും സുരക്ഷാ വീഴ്ച വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ഇന്നും ശക്തമായി തുടർന്നു. को चेतावनी देता हूं, कृपया अपनी अपनी सीट पर जाकर बैठे, प्ले कार्ड को लेकर नहीं आए.
രാവിലെ ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അംഗങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചു. അംഗങ്ങളെ സസ്പെൻഡ് ചെയ്ത നടപടി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനം വ്യക്തമാക്കുന്നു. എത്ര പേർക്കെതിരെ നടപടിയെടുത്താലും ഇത്തരം വീഴ്ചകളെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ലെന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സോണിയാഗാന്ധി വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്ന ബില്ലുകൾ ലോക്സഭ പാസാക്കി. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിച്ചട്ടം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് പുതിയ ബില്ലുകൾ. ശിക്ഷയല്ല, നീതി നടപ്പാക്കലാണ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. കൂട്ട നടപടി നേരിടുന്ന പ്രതിപക്ഷത്തിന്റെ ശുഷ്കമായ നിരയെ സാക്ഷിയാക്കിയായിരുന്നു നടപടികൾ. भारतीय नागरिक सुरक्षा द्वितीय संहिता 2023 प्रश्न है कि विधेयक पर विचार किया जाए. जो सदस्य इसके पक्ष में हाँ कहें, जो सदस्य विरोध में ना कहें. मेरे विचार में निर्णय हाँ वालों के पक्ष में विधेयक पर विचार करने तो प्रस्ताव स्वीकृत किया गया. अब सभा विधेयक पर खंडवार विचार करेगी. 2 ദിവസങ്ങളിലായി നീണ്ടുനിന്ന ചർച്ചകൾ ഉപസംഹരിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറഞ്ഞു. നിയമങ്ങളാണ് ഒരു രാജ്യത്തെ ക്രമപ്പെടുത്തുന്നത്. കൊളോണിയൽ ശിക്ഷാ നിയമങ്ങൾ ദേശീയ നിയമങ്ങൾക്ക് വഴിമാറുമ്പോൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പ്രതിപക്ഷാംഗങ്ങളുടെ സസ്പെൻഷന്റെ പശ്ചാത്തലത്തിൽ ശുഷ്കമായിരുന്നു ചർച്ചാവേളയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ സാന്നിധ്യം. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത ബില്ലുകൾ ആണ് ലോക്സഭ പാസാക്കിയത്. IPC, CRPC, എവിഡൻസ് ആക്ടുകൾക്ക് പകരമായാണ് ബില്ലുകൾ. ലോക്സഭയിൽ പാസായ ബില്ലുകൾ നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഗവർണർക്കും സംഘപരിവാറിനും അനുകൂലമായ കെ സുധാകരന്റെയും MM ഹസന്റെയും പ്രസ്താവനകളിൽ കോൺഗ്രസിൽ അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാർട്ടിയെ വെട്ടിലാക്കുകയും എതിരാളികൾക്ക് ആയുധം നൽകുകയും ചെയ്യുന്നു എന്നാണ് വിമർശനം. കെ സുധാകരന്റെയും MM ഹസന്റെയും നിലപാട് KSU തള്ളി. സെനറ്റ് നിയമനത്തിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെയും MM ഹസന്റെയും പ്രസ്താവന പാർട്ടിയെ വെട്ടിലാക്കിയെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ നടത്തിയ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി. കെ സുധാകരൻ പ്രസ്താവന തിരുത്തിയതിന് പിന്നാലെയാണ് മുന്നണി കൺവീനറും സമാനമായ പ്രസ്താവന നടത്തിയത്. വിഷയം CPIM ആയുധമാക്കുകയും ചെയ്തു. മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും ഇത് വഴിവെച്ചുവെന്നാണ് വിമർശനം. കെ സുധാകരൻ പറഞ്ഞതിൽ അവ്യക്തതയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു. അത് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു, അദ്ദേഹം അത് തിരുത്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സെനറ്റിലേക്ക് ABVP പ്രവർത്തകരെ തിരികെ കയറ്റുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം അത് യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ പാടുള്ളതല്ല. ഇത് ABVPക്കാരെ അവിടെ തിരികെ കയറ്റി വെച്ചത് വലിയ തെറ്റാണ് എന്ന് ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്. ചികിത്സാർത്ഥം കെ സുധാകരന് അവധി നൽകി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൽക്കാലികമായി നിയമനം നടത്തണമെന്നും കോൺഗ്രസിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. 24, തിരുവനന്തപുരം. സർവകലാശാലകളിലെ നാമനിർദ്ദേശത്തെക്കുറിച്ചുള്ള നിലപാടിൽ മലക്കം മറിഞ്ഞ് UDF കൺവീനർ MM ഹസൻ. ഗവർണറെ പിന്തുണച്ച ആദ്യ നിലപാട് വിവാദമായതിന് പിന്നാലെ തിരുത്തി. കാവ്യവത്കരണത്തിന്റെ ഓഹരി കൈപ്പറ്റാൻ കോൺഗ്രസുകാർ ശ്രമിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാധാരണ ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യാണ് പതിവ്. ഗവൺമെൻറ് കൊടുക്കുന്ന ലിസ്റ്റ് മുഴുവൻ പാർട്ടിക്കാരാ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ച പ്രതിനിധിയല്ലേ ഗവർണർ. ഗവർണർ ചെയ്തത് വാസ്തവത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു. ഇതായിരുന്നു സർവകലാശാല സെനറ്റ് നിയമനത്തിൽ UDF കൺവീനറുടെ ആദ്യ നിലപാട്. ഗവർണർ കൊടുത്ത ലിസ്റ്റിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനുള്ള വിവേചനാധികാരം ഗവർണർക്കുണ്ടെന്നുമായിരുന്നു MM ഹസൻ 24നോട് പറഞ്ഞത്. എന്നാൽ പരാമർശം വിവാദമായതിന്റെ പിന്നാലെ നിലപാട് തിരുത്തി. ഞങ്ങൾ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്നതിനെയും ഗവൺമെൻറ് അതിനെ ചുവപ്പ് നിറം ആക്കി മാറ്റാൻ ശ്രമിക്കുന്നതിനെയും ഒരുപോലെ എതിർക്കുന്ന ആളുകളാണ്. അമിതമായ രാഷ്ട്രീയവൽക്കരണം കൊണ്ട് സർവകലാശാല ഭരണത്തെ തകർക്കുന്നു, സർവകലാശാലയുടെ നിലവാരത്തെ തകർക്കുന്നു. ഗവർണറും ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ചക്കളത്തെ പോരാട്ടം ജനങ്ങളെ കബളിപ്പിക്കാനുള്ളതാണ്. കാവ്യവൽക്കരണത്തിന്റെ ഓഹരി പറ്റാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് നേതാക്കളുടെ നിലപാടിൽ വ്യക്തമാണെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. RSSന്റെ കൊള്ളാവുന്ന ആളുകളെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ്. കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഗവർണർ ഇങ്ങനെയുള്ള നോമിനേഷൻ നൽകുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് അവർ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഗവർണർക്കെതിരെ മൃദു സമീപനം സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിലെയും UDFിലെയും ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. AV ജയശങ്കർ, 24,
തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണച്ച KPCC അധ്യക്ഷൻ കെ സുധാകരനെയും UDF കൺവീനർ MM ഹസനെയും വിമർശിച്ച് CPIM. കെ സുധാകരൻ കാവ്യവത്കരണത്തെ വെള്ളപൂശുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ സംഘപരിവാർ മുഖം കൂടുതൽ വെളിപ്പെട്ടതായി മന്ത്രി P രാജീവ് പറഞ്ഞു. ഗവർണർക്കും സംഘപരിവാറിനും അനുകൂലമായ കെ സുധാകരന്റെയും MM ഹസന്റെയും പ്രസ്താവനകൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPIM. രൂക്ഷ വിമർശനവുമായി MB ഗോവിന്ദൻ രംഗത്തെത്തി. കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഗവർണർ ഇങ്ങനെയുള്ള നോമിനേഷൻ നൽകുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് അവർ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന് മന്ത്രി കെ രാജൻ. ഇതിൽ നമുക്ക് യോജിപ്പിക്കാനുള്ള ഏതെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയാകാം. ചർച്ചയേ പറ്റില്ല എന്ന നിലപാടാണ് UDF അവസാനം എടുത്തത്. അതാകാം, പക്ഷേ ഗവർണറുടെ ഏത് നിലപാടിനോടാണ്, ഏത് നയത്തിനോടാണ്, ഏത് ശൈലിയോടാണ്, ഏത് ഭരണഘടനയുടെ അവകാശം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നാളെ UDFന് പറയേണ്ടി വരും. ജനാധിപത്യ ബോധമുള്ള ആരും പറയാത്ത പ്രതികരണമെന്ന് മന്ത്രി P രാജീവ്. കോൺഗ്രസ് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. KPC പ്രസിഡന്റ് BJP രാഷ്ട്രീയത്തെ സഹായിക്കുന്ന പരസ്യ പ്രസ്താവന ഇറക്കുമ്പോൾ അത് തിരുത്തണ്ടേ? അത് തിരുത്താൻ കോൺഗ്രസിൽ ആരും ഇല്ലേ? അത് തിരുത്താൻ UDFൽ മറ്റു പാർട്ടികൾ തയ്യാറാവുന്നില്ലേ? ഇടതുവിരുദ്ധതയാണ് ഗവർണറെ അനുകൂലിക്കാൻ കെ സുധാകരനെയും MM ഹസനെയും പ്രേരിപ്പിക്കുന്നതെന്ന് AA റഹീം MPയും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിണിതപ്രജ്ഞനാണെന്ന സ്പീക്കർ AN ഷംസീറിന്റെ പ്രസ്താവന തിരുത്തി മന്ത്രി V ശിവൻകുട്ടി. സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗമല്ല ഗവർണറിൽ നിന്നുണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഗവർണറുടെ ഏകാധിപത്യ നിലപാടാണെന്നും V ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഗവർണർ നിലവാരമില്ലാത്ത ആളാണെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആരോപിച്ചു. കണ്ണൂരിനെ ക്രിമിനലുകളുടെ നാടാണെന്നും SFI ക്രിമിനലുകളും ഗുണ്ടകളാണെന്നും ഒക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ അക്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന, സംഘപരിവാരത്തിന് വേണ്ടി കേരളത്തെ പരുവപ്പെടുത്തി കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഗവർണറെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം DYFIക്കില്ല. ഈ ഗവർണർ ഈ കേരളത്തെ തകർക്കാൻ RSSന് വേണ്ടി പണിയെടുക്കുന്ന ഒരു കക്ഷിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു നിലവാരമില്ലാത്തവനാണ്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കബഡി ദേശീയ പരിശീലകൻ E ഭാസ്കരന് ദ്രോണാചാര്യയും മലയാളി ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കറിന് അർജുനയും ലഭിക്കും. ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയടക്കം 26 പേർക്കാണ് അർജുന. അവാർഡ് നേട്ടത്തിൽ അതിരറ്റ സന്തോഷമുണ്ടെന്ന് M ശ്രീശങ്കറിന്റെ കുടുംബം 24നോട് പ്രതികരിച്ചു. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങിയവയിലെ വെള്ളി മെഡൽ നേട്ടങ്ങളാണ് ലോങ് ജംപ് താരമായ മലയാളി മുരളി ശ്രീശങ്കറിനെ അർജുന അവാർഡിന് അർഹനാക്കിയത്. അവാർഡ് നേട്ടത്തിൽ 24നോട് സന്തോഷം പങ്കുവച്ച ശ്രീശങ്കറിന്റെ കുടുംബം ഒളിമ്പിക് മെഡൽ നേട്ടമാണ് ലക്ഷ്യമെന്നും പറഞ്ഞു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അവൻ ഒരുവിധം പ്രതീക്ഷ ഉണ്ടെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ അറിഞ്ഞില്ല അപ്ലൈ ചെയ്തില്ല എന്നുള്ള കാര്യം. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഈ ഒരു അവാർഡ്. അതുകൊണ്ട് അവാർഡിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. കബഡി പരിശീലകൻ E ഭാസ്കറിന് ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. മുരളി ശ്രീശങ്കറും E ഭാസ്കരനുമാണ് പുരസ്കാര പട്ടികയിലെ മലയാളി സാന്നിധ്യങ്ങൾ. ശ്രീശങ്കറിന് പുറമെ അത്ലറ്റിക്സിൽ നിന്ന് ദീർഘദൂര താരം പാരുൾ ചൗധരി അടക്കം 26 പേർക്ക് അവാർഡ് ലഭിച്ചു. ലോകകപ്പ് ക്രിക്കറ്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷമിയും അർജുന അവാർഡ് നേടി. കായിക രംഗത്തെ പരമോന്നത ബഹുമതിയായ മേജർ ധ്യാൻചന്ദ് പുരസ്കാരം ഇക്കുറി പുരുഷ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യയുടെ അഭിമാന താരജോഡിയായ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിനാണ്. അടുത്ത മാസം 9-ന് രാഷ്ട്രപതി അവാർഡുകൾ വിതരണം ചെയ്യും. 24 ഡൽഹി. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ശബരിമലയിൽ ഇന്നും തീർത്ഥാടക തിരക്ക്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. ഇതോടെ പമ്പയിൽ ഉൾപ്പെടെ നിയന്ത്രണം കടുപ്പിച്ചു. ഇന്ന് ഇതുവരെ 70,000-ലധികം ഭക്തരാണ് ദർശനം നടത്തിയത്. മണിക്കൂറിൽ 4,000-ഓളം പേർ 18-ാം പടി ചവിട്ടുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി 90,000 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ബുക്കിങ്ങിലൂടെയും കാനനപാതകൾ വഴിയും കൂടുതൽ പേർ എത്തുന്നുണ്ട്. 10 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ പേർ തീർത്ഥാടനം നടത്തിയത് ഇന്നലെയാണ്. 94,452 പേർ. ക്യൂവിൽ മണിക്കൂറുകൾ നിൽക്കേണ്ടി വരുന്ന തീർത്ഥാടകർക്ക് വെള്ളവും ലഘുഭക്ഷണവും നൽകുന്നുണ്ട്.
തിരക്കേറിയതോടെ പമ്പയിലും നിലയ്ക്കലിലും ഇടത്താവളങ്ങളിലും വാഹന നിയന്ത്രണം കടുപ്പിച്ചു. സന്നിധാനം മുതൽ ശരംകുത്തി വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ്. മണ്ഡലപൂജ അടുത്തിരിക്കെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. അതിനിടെ അപ്പാച്ചിവേട്ടിൽ തീർത്ഥാടകൻ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണു മരിച്ചു. കോയമ്പത്തൂർ സ്വദേശി ദണ്ഡപാണിയാണ് മരിച്ചത്. നീലിമലയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവ് താഴ്ചയിലേക്ക് ചാടി. പാലക്കാട് സ്വദേശി കോമന്റെ ഇരുകാലുകൾക്കും പരിക്കേറ്റു. മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ നിലവിൽ സന്നിധാനത്തോ പമ്പയിലോ ഇല്ല. തീർത്ഥാടനം നിയന്ത്രണ വിധേയമായി തന്നെ തുടരട്ടെ. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ചിൽ സംഘർഷം. പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തതിലും രാജ്യത്തെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. കറുത്ത ബലൂൺ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര്. SFI സ്ഥാപിച്ച ബാനർ അഴിച്ചുമാറ്റണമെന്ന VC-യുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് അംഗങ്ങൾ. മറ്റു സർവകലാശാലകളിലും ബാനർ മാറ്റേണ്ടതില്ലെന്ന നിലപാടിൽ SFI. നിവൃത്തികേട് കൊണ്ടാണ് ഗവർണറെ മാറ്റാൻ കത്തെഴുതുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 24-നോട്. കവിയും സാഹിത്യ വിമർശകനുമായ EV രാമകൃഷ്ണന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. മാർച്ച് 12-ന് പുരസ്കാരം വിതരണം ചെയ്യും. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പ്രളയ ദുരിതം ഒഴിയുന്നില്ല. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. വെള്ളക്കെട്ടിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. രക്ഷാപ്രവർത്തനവും ആശ്വാസ നടപടികളും കാര്യക്ഷമമല്ലെന്നാരോപിച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. വടക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 100-ലേറെ പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് നിയന്ത്രണത്തിലായെന്നും ഹമാസിനെ പൂർണ്ണമായി നിഷ്പ്രഭരാക്കിയെന്നും ഇസ്രായേൽ. അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള UN രക്ഷാ കൗൺസിൽ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നാളത്തേക്ക് മാറ്റി. രാജ്യത്ത് ആദ്യമായി നഗര കമ്മീഷൻ രൂപീകരിക്കാൻ കേരളം. ശുപാർശയ്ക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. കേരളത്തെ ഒറ്റ നഗരമായി പരിഗണിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് മന്ത്രി MB രാജേഷ് 24-നോട്. സംസ്ഥാനത്ത് പുതുതായി 195 ഡോക്ടേഴ്സിന്റെ തസ്തിക അനുവദിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ മാത്രം 50 പുതിയ തസ്തികകൾ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.